ഹായ് വെൽക്കം വെൽക്കം ടു ടു നമ്മുടെ നമ്മുടെ ചാനൽ. ചാനൽ. അപ്പോൾ നമ്മുടെ ചെറുവിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ആദ്യം മുൻകൂർ ജാമ്യം എടുത്തത് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ സോറി. ടോൺസിൽസ് പഴുത്തപ്പോൾ നാവിൻ്റെ അവിടെ നിന്നൊക്കെ പഴുപ്പാണ്. തൊണ്ട ഇവിടെ എനിക്ക് ഉമ്മനീരിങ്ങനെ വയറിങ്ങനെ വരുമ്പോൾ മെഴുങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഒരു കൊഞ്ഞലും പോലെയൊക്കെ ഉണ്ടാവും സംസാരത്തിന്. കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായില്ലേ, എന്താ ഇങ്ങനെ ഭയങ്കര തൊണ്ടവേദന, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ഭയങ്കര സന്തോഷമായി. എൻ്റെ എനർജിയിലാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. ഈ എനർജി കഴിഞ്ഞ് നിൽക്കൂട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നലെ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം മുന്നും ഈ ഒരു ദിവസം ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 16-ാം തീയതി അല്ലേ? അപ്പോൾ ഒരു 6 വർഷം മുന്നേ ഒരു 16-ാം തീയതിയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനലാണ്. അങ്ങനെ 6 വർഷം തികഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ. അപ്പം ഇന്നും 6 വർഷം ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിലേക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ 6 വർഷമൊക്കെ ഞങ്ങളുടെ ഈ ഒരു ഏജിൽ പിടിച്ച് നിൽക്കുക ഒരു ഫാമിലി വ്ളോഗ് എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ചെറുപ്പം, ഇപ്പോൾ പൊന്നു കുഞ്ഞാച്ചു അവരുടെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ കാണാൻ ആൾക്കാരുടെ ഇഷ്ടപ്പെടാൻ നമ്മളൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അംഗീകരിക്കുന്നത് ഇഷ്ടപ്പെടാൻ വളരെ കുറച്ചൊക്കെ അതല്ല. എന്നാലും ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അപ്പൊ ഇത്ര വർഷം പുറത്ത് അപ്പോൾ ഈ സൈഡ് കുറച്ചുകൂടി താഴത്തേക്ക് അവിടെ ഉണ്ട് കറക്റ്റ്. അപ്പോൾ എന്താ പറയാ വന്ന്, അപ്പോൾ 6 വർഷം ഞങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളാണ് എൻ്റെ ഈ ഇപ്പം എൻ്റെ പണ്ടത്തെ ഞങ്ങളുടെ ലൈഫും ഇന്നത്തെ ഞങ്ങളുടെ ലൈഫും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുള്ള ഒരു നിങ്ങളാണ് ഞങ്ങളിവിടെ ഈ നിലയിൽ. ഞങ്ങളുടെ ഓരോ സന്തോഷത്തിനും നിങ്ങളാണ് കാരണക്കാർ. സങ്കടത്തിന് നിങ്ങൾ കാണലിടയിലുള്ള ആൾക്കാരുണ്ടാവും, നെഗറ്റീവ് എഴുതുന്നവരുണ്ടാവും, അതിന് നിങ്ങളാണ് കാരണം. സന്തോഷിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ഇത്രയും വർഷം ഞങ്ങൾക്ക് യൂട്യൂബിൽ അപ്പോൾ എന്തൊരു പരിപാടി നിങ്ങൾ നോക്കിക്കോ, ഒരു യൂട്യൂബിൻ്റെ പരിപാടിയൊക്കെ യൂട്യൂബിലെ ആൾക്കാരുടെ പരിപാടി ആയിക്കോട്ടെ, അവർ ചെറുപ്പം ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ ഗ്യാങ്ങാണ്. അങ്ങനെ അപ്പം നമ്മുടെ ഒരു ഏജിൽ നമ്മളവർ മാറ്റിയിടും. അതൊരു ഏത് വർക്കിലാണെങ്കിലും എന്തിനാണേലും ഒരു ഫങ്ഷൻ നടക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്രായം ഒരു ഫാമിലി നമ്മളെ വിലയില്ല, നമ്മളെ മാറ്റിയിടും. എന്നാൽ പോലും നമ്മളെ കാണുന്ന കുറച്ച് ജനങ്ങളുണ്ട്. പിന്നെ അതില് മാറ്റിയിടാണ്ട് അത് കൊണ്ട് നടക്കണവരാണെങ്കിൽ അതിനനുസരിച്ച് നിക്കണം. അതിന് നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ ഗ്യാങ്ങിലേറെ കുടിക്കുക വരിക്കുക പിടിക്കുക അങ്ങനെയുള്ള കുറച്ച് ഗ്യാങ്ങുകളിൽ നമ്മൾ നിൽക്കണമെങ്കിൽ ആയിരിക്കും നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെയൊന്നും ഇല്ല. നമ്മളൊരു സാധാരണക്കാരായിട്ട് നമ്മളതാണ് തോന്നുന്നു. സാധാരണക്കാരൊക്കെ ഇത്രയും ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ തുടക്കത്തിൽ ഇപ്പം പറഞ്ഞു, ഞാൻ സാധാരണ ഒരു വീട്ടമ്മ. ആദ്യമൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലെ മാക്സ് ഇട്ടുള്ള കോലം, നമ്മുടെ വീട്ടിലെ രൂപം, ഭാവം അത് ഇഷ്ടപ്പെടും, ആൾക്കാരെ അംഗീകരിക്കും എന്നൊക്കെ ഒരുപാട് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുടങ്ങി ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തി. നമ്മളെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കെട്ടുപിടിച്ച് ഉമ്മയ്ക്ക് അതൊക്കെ നമ്മളൊരു ആൾക്കാർ നമുക്ക് തന്നെ സ്നേഹമാണ്. എന്തായാലും നമുക്ക് പല സ്ഥലങ്ങളിൽ പോയാലും പല ഒരു പക്ഷേ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പുച്ഛാണ് പലർക്കും. നമ്മുടെ ഫാമിലിയിലും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ യൂട്യൂബേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കൊരു അംഗീകാരം ഒരു കാര്യം പലർക്ക് കിട്ടുന്നുണ്ടാണ്. അവനവൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരു യൂട്യൂബേഴ്സ് വളർന്നു കഴിയുമ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടുകാർ അതല്ല, ഒരു തരം നാട്ടുകാർ ഒരാൾ നന്നാവണമെന്ന് കണ്ടു അങ്ങനെ ഒരു കുറേ വിഭാഗം എല്ലാ നാട്ടിലും ഉണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് ഒന്ന് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. നാടിനെ കുറ്റം പറയില്ല, നാട്ടുകാരെ കുറ്റം പറയില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പക്ഷേ എനിക്ക് ഇപ്പോഴും അറിയാം, ഇപ്പോൾ ഒരു ഷോപ്പ് ഇടുമ്പോഴും എൻ്റെ ബന്ധുക്കൾ എൻ്റെ നാട്ടുകാർ ഞങ്ങളെ ഇന്നൊന്നും എടുക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഒരിക്കലും ഷോപ്പിട്ട്. പുറമെന്ന് എന്നെ സ്നേഹിക്കുന്നവരും എന്നെ കാണുന്നവരും ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേർക്ക് നമ്മളെ അറിയാം, മനസ്സിലാക്കാം. നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല, മനസ്സിലാക്കാൻ നോക്കാറില്ല. അവളിപ്പോൾ നല്ല നിലയ്ക്ക് നടക്കുന്നുണ്ടോ, അവൾ നല്ല ഭംഗിയിൽ നടക്കുന്നു, അവളെ ഭർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ, അങ്ങനെ നോക്കി കുശുപൂത്തുന്നവരാണ് ഭൂരിപക്ഷം പേര് നമ്മുടെ അടുത്ത് നമുക്ക് അറിയണ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്ര വർഷം നിങ്ങൾ തന്ന ഒരു വിജയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതായിരുന്നു ഇന്നലെ നടന്നത്. അപ്പോൾ ഇന്നലത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മുടെ കുണിക്കുമ്പോൾ 28-നാണ്. ഞങ്ങൾ ടിക്ടോക്കിലൂടെ ഞങ്ങൾ അറിയപ്പെട്ടത് പൊന്നിട്ടത്തെ ഒരു വീഡിയോ ആണ്. ഞങ്ങൾ എത്ര മക്കളാണെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ഞാനും മൂത്താണ്, പിന്നെ കുഞ്ഞൻ, പിന്നെ കുണുക്കൻ. ഇനിയിപ്പോൾ അടുത്തൊരാൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങിലാണെന്ന് പറയണ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് അടക്കം എത്തിച്ചത് കേട്ടോ. അപ്പോൾ ആ
അതും കുണിക്കിന് വിശേഷം ഉണ്ടായിരിക്കുമ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് കുണിക്കിക്ക് പേരിടൽ ചടങ്ങോ 90 ഒന്നും നടത്തില്ല. പിന്നെ നടത്തിയത് 1-ാം പിറന്നാളാട്ടോ. പിന്നെ മഹാലക്ഷ്മിയാണ് നമ്മുടെ ഞങ്ങളെ നമ്മുടെ അനുഗ്രഹം അല്ല, ഇല്ല നമ്മൾ 4 മക്കളും നമ്മുടെ ഐശ്വര്യാണ്, അനുഗ്രഹമാണ്. ഐശ്വര്യം അത് നമ്മൾ അനുഗ്രഹം ഒക്കെ ഹാപ്പിയാണ്. ഉണ്ട് ഓരോ നിമിത്തങ്ങൾ എന്ന് പറഞ്ഞില്ലേ, മഹാലക്ഷ്മിയുടെ കുണിക്കിയുടെ ഒരു വരവാണ് നമ്മളെ 10 ആളെ അറിയപ്പെട്ടതും. തൊണ്ട കാണിച്ചിട്ട് അപ്പൊ ഇന്നലെ ആയിരുന്നു നമ്മുടെ കുണിക്ക് 6 വർഷം മുന്നേ നമ്മുടെ കുണിക്കുമ്പോൾ 28 ചടങ്ങ് ഞങ്ങൾ നടത്തിയത്. അന്ന് തന്നെയായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റാർട്ടിങ്ങും. അന്ന് തന്നെയാണ് നമ്മളെ ലൈഫിൽ ഒരു പുതിയ അതിഥി വീണ്ടും വരികയാണ് അല്ലേ. അതെ, നിങ്ങള് പഴയ അതിഥീനെ ഒന്ന് മാറ്റി എന്നിട്ട് പുതിയ അതിഥീനെ അപ്പൊ വരും. ചിലർക്ക് അത് അഹങ്കാരമായിട്ട് തോന്നാം. ചിലർക്ക് ഇപ്പൊ നിങ്ങൾക്ക് 100,000 പ്രാരാബ്ദങ്ങളും കാരണം അപ്പൊ നിങ്ങൾ പ്രാരാബ്ദങ്ങളോ കാര്യങ്ങളോ അതൊന്നും ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇപ്പൊ ഞങ്ങൾ ഷോപ്പ് ഇട്ടു. അപ്പൊ നമുക്ക് നമ്മൾ മേടിക്കുന്ന സാധനത്തിന് നമുക്കൊന്നും കൂടി പോയി എടുക്കാനാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. എന്ന് വെച്ചാൽ നമ്മളിത് കൊറിയർ ചെയ്യുമ്പോൾ ഒരു 20 പീസ് കൊറിയർ, ഒരു 10 പീസ് നമുക്ക് ഡാമേജ് ആണ് അവർ അയച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോയി കണ്ട് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അവർ ഫോട്ടോ അയച്ചു തരുമ്പോൾ വേറൊരു കളറ് കിട്ടുമ്പോൾ വേറൊരു കളർ ഫോട്ടോയിൽ കാണുന്ന ഒരു ഭംഗിയോ ഇതോ അല്ല നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അവര് ഫോട്ടോയില് കാണിച്ചിട്ട് റേറ്റ് ഇടും. പിന്നെ അതിന്റെ ക്വാളിറ്റി മോശമായിട്ടുള്ളതാണ് നമുക്ക് അയക്കുക. നമ്മളത് പറ്റിയിട്ട് അപ്പൊ അങ്ങനെ കുറെ ചതികൾ നമുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കേട്ടോ. അല്ലാണ്ട് നമ്മളിപ്പോ കോടീശ്വരന്മാരായിട്ട് നമ്മുടെ പ്രശ്നം തീർന്നിട്ടോ ഒന്നുമല്ല. അത് അവിടെ കിടക്കുന്നത്. പക്ഷെ നമ്മളെ ഇത് ചെയ്യുമ്പോൾ പലർക്കും അവർ കാശില്ലാത്തതാണ്. ഞങ്ങൾ 10 പൈസ ഈ ഒരു കാര്യത്തിലാണ് ഞാൻ ചെലവാക്കിയിട്ടില്ല. ആകെ തോന്നുന്നു അനാവശ്യമായിട്ട് ഈ കാറൊക്കെ ചെലവാക്കി തന്നെയാണ്. അവർ ഷർട്ട് എടുത്തു. പിന്നെ ഞാൻ എന്റെ ഷോപ്പ് നിർത്തോണ്ട് ചെയ്താ. പിന്നെ കുടുക്കനോടിക്ക് തന്നെ കുഞ്ഞിന് പോയി ബർത്ത്ഡേക്ക് കൊടുത്ത ഡ്രസ്സാണ് അവർ ഇട്ടത്. അവർക്ക് പിന്നെ അപ്പൊ ആകെ നമ്മള് 500 ഷർട്ട് എടുക്കാൻ മാത്രം നമ്മൾ കാശ് ഇറക്കിയിട്ട് ചെയ്തിട്ടുള്ളൂ ഈ ഒരു കാര്യത്തിന് വേണ്ടി. 1300 അത് ആദ്യമാസം കീഴുണ്ടായിരുന്നു. ആ കല്യാണം എടുത്ത ഷർട്ട് ആദ്യമാസം കീഴിൽ അതിന് ഓഫറിൽ ഇട്ട ഷർട്ടാണ് ഇട്ട് എടുത്തത്. അത് അച്ചു നാളെ എടുത്തിട്ടാണ് 15 ഇഷ്ടമായപ്പോ അത് പോയി നോക്കി കിട്ടി. അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെല്ലാം പ്രശ്നം തീർന്നിട്ടോ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് എന്ന് എഴുതി നമ്മുടെ കാറ് സ്വിഫ്റ്റ് അത് കൊടുത്ത് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഒരു ലൈഫിൽ ഏറ്റവും ഒരു തീരാനഷ്ടമാണ് ആ ഒരു വണ്ടി ഞങ്ങളെ വിട്ടു പോയത്. അത് ഞാൻ പറയാം, ഇന്നേക്കൊന്നും നമുക്ക് ഏതെങ്കിലും വഴിക്ക് ലോട്ടറി എന്തെങ്കിലും അടിച്ചാൽ ആദ്യം ഇന്നലെ കൂടി ഞാൻ ആ കാർ എടുക്കാൻ പോയി. ഞാൻ അവിടുത്തെ അവരോട് ചോദിച്ചു ആ കാർ അവിടെ നിന്ന് പോയില്ലേ ചേച്ചി, അത് അവിടെ എടുക്കേണ്ടതാണ്. ഞാൻ ലോട്ടറി അടിച്ച് ഞാൻ തിരിച്ചെടുക്കൂട്ടാണ് ഞാൻ വന്നത്. അതിനൊരു അറ്റാച്ച്മെന്റ് ഭയങ്കരമാണ്. നമ്മൾ ഒരുപാട് ഓടിയിരുന്നു. അതെന്നുണ്ട് നമുക്ക് കാശുള്ളവർക്ക് ഒരിക്കലും വണ്ടി കൊടുക്കുന്നത് ഇഷ്ടപ്പെടില്ല. നമ്മുടെ ആദ്യ വണ്ടി നമ്മളത് പണിയൊക്കെ കഴിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ഇറക്കാൻ വേണ്ടി നമ്മളത് അല്ലേ സൂക്ഷിച്ചേക്കുന്ന നമുക്ക് സന്തോഷം. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ലൈഫില് എൻ്റെ ആദ്യ സ്വപ്നം അന്യൻ്റെ കൂടെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് പോവുക, പിന്നെ ദൂരെ യാത്ര ട്രിപ്പ് പോവുക, അതൊക്കെ ആ ഒരു കാറാണ് ഞങ്ങളുടെ ലൈഫിൽ അല്ലേ. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ആ കാർ എടുത്ത് പറഞ്ഞിട്ട് ചുരം കയറി ചെന്നത് ആദ്യമായിട്ട് കയറി വയനാട് ചുരം. അവിടെ നേരെ വിട്ടു ബാംഗ്ലൂര്. അതൊക്കെ അതിശയല്ലേ. അന്വേട്ട് ഇത്ര ദൂരം എടുക്കുക ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ അന്വേട്ടത് തരണം ചെയ്ത് പോയി. അങ്ങനെ നമ്മുടെ നമുക്ക് ഇന്ന് വരെ ഒരു സ്വിഫ്റ്റ് ഉണ്ട്. ഒരു വഴിയിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞത് എത്രയൊക്കെ മോഡൽ വണ്ടികൾ വന്നാലും എത്രയൊക്കെ കമ്പനികൾ വണ്ടി തരും എനിക്ക് എന്തോന്നും അറിയില്ല, മാരുതിയുടെ വണ്ടിയോടാണ് കൂടുതൽ ഇഷ്ടം. 5 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ആ കാറ് ഞങ്ങൾക്ക് ആകെ ആ വണ്ടിക്ക് ഞാൻ കാശ് ചെലവാക്കുന്നത് ഒരു 30,000 രൂപ അല്ലേ. മറ്റേ പിന്നെ ലാസ്റ്റ് സമയത്ത് നമ്മള് ടയർ മാറ്റി നമ്മള് കുറച്ച് നമുക്ക് പേടിയുള്ള ആ ടയറും ചിലരൊക്കെ അത് വീണ്ടും 2-3 വർഷം ഓടിക്കാം. പക്ഷെ ഞങ്ങൾ ആ റിസ്കിന് നിന്നില്ല. അതിനായിട്ട് റിസ്കിന് ഒരു കാര്യത്തിന് നിൽക്കില്ല. എന്താ വെച്ചാൽ നമ്മൾ മക്കളെയും കൊണ്ടുപോകണ വണ്ടിയാണ്. അങ്ങനെ പിന്നെ വണ്ടിയെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ആ വണ്ടി അത്രയും പൊന്നു പോലെ നോക്കിയത് വണ്ടിയാണ്. അപ്പോൾ ടയർ 4 അടുത്താണ് മാറ്റിയത്. അല്ലാണ്ട് മറ്റ് നമ്മുടെ സർവീസ് കാരണമൊക്കെ നമുക്ക് ഒരു 10-35,000 രൂപ നമ്മൾ അതിന് ചിലവാക്കിയിട്ടുള്ളൂ. അത് മാരുതിയുടെ വണ്ടിക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഇതിന്റെ കമ്പനി വണ്ടി കയറ്റി ഇറങ്ങുമ്പോഴേക്കും 20-30 അപ്പൊ ഒരു കെട്ട് കാശ് കൊടുക്കണം. ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാരുതിയുടെ വണ്ടി എന്തൊക്കെ പഴയ 900, 1000, 1500 രൂപ ഇങ്ങനത്തെ 3000 രൂപ ഏറ്റവും വലിയ ബില്ലേക്ക് 6000 നിൽക്കുന്നത് ഒരു തവണ. അല്ലാണ്ട് അങ്ങനെ ഒരു ബില്ലോ കാര്യമോ ആ വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പൊ ആ വണ്ടി മേടിക്കുന്നവർക്കായാലും ലക്കിയാണ്. എന്താ വെച്ചാൽ മറ്റുള്ള ആൾക്കാർ കൈമാറി ഓടിക്കാത്ത വണ്ടി, അന്വേട്ടം ഓടിച്ച വണ്ടി അല്ലേ.
അങ്ങനെ ഒരു ഗട്ടറിൽ പോലും ചാടിക്കില്ല, ഇങ്ങനെ വണ്ടി പതുക്കെ എടുത്തോട്ടോളൂ. അപ്പം അങ്ങനെ ആ വണ്ടി പോയിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വണ്ടി വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആദ്യം കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെയും കൂടി കൂട്ടാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ സാമി റൂമിൽ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ അന്നോടും പ്രാർത്ഥിക്കണം. എന്താ വെച്ചാൽ ഓരോന്നിനും ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു അല്ലേ നമ്മുടെ ഫാമിലിക്ക് ഒരു അതിഥി ഒരു കൂടുകയാണ്. ഇടയിൽ വന്നാലേ വിടും നമ്മള് കട്ടിങ്ങിന്. അങ്ങനെ ഇന്ന് ഞങ്ങള് പോവാണല്ലോ. നമ്മുടെ ലൈഫില് സന്തോഷമുള്ള 2 കാര്യം നടന്നൊരു ഡേറ്റാണ് ഈ ഒരു ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റോട് കൂടിയിട്ട് തന്നെ അടുത്തൊരു കാര്യം ഞാൻ ലൈഫിൽ നടക്കാൻ പോകണം അല്ലേ. അപ്പോൾ വേറെ ഒന്നുമില്ലായിട്ട് നമ്മുടെ കുണിക്കിയുടെ 90 ചോറൂണ് അതൊന്നും കുണിക്ക് നടത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ ആകെ ഒന്നും ഉണ്ടായിരുന്നത് ഒരു 28 ചടങ്ങായിരുന്നു. അത് 6 വർഷം മുന്നേ ഈ ഒരു ഡേറ്റിലായിരുന്നു കുണിക്കുമ്പോൾ 28 ഹലോ 28 ആയിരുന്നു. അന്നായിരുന്നു ഞങ്ങളെ ലൈഫിൽ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അല്ലേ. രണ്ടും ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നേക്ക് 6 വർഷമായി അത് തുടങ്ങിയിട്ട്. പിന്നാണ് നമ്മുടെ ലൈഫിൽ അടുത്തൊരു നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഈ യാത്രയിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കാണുമ്പോൾ ഇതിൽ കാണാത്തവരുണ്ട്, പക്ഷെ അവരൊക്കെ നമ്മൾ അവിടേക്ക് എത്തോട്ടെ. എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഇത്ര പേരെ കൊള്ളുള്ളൂ, ഓവർലോഡാണ് ഇപ്പോൾ തന്നെ. ഇനി ഇതിൽ അടുത്ത് വേറെ ആരും കയറ്റാനുള്ള സ്പേസ് ഇല്ലാത്തവർ ഇപ്പം ഞങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ പരിപാടി എവിടെയാണോ നടക്കണേ വെച്ചാൽ അവിടേക്ക് എത്തണ്ട കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ? ഇങ്ങനെ ഈ ഒരു മാസം ഇതുപോലെ 2 സന്തോഷ കാര്യങ്ങളുണ്ടാവും അല്ലേ ലൈഫിൽ. നടക്കണമെങ്കിൽ സന്തോഷ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇപ്പം എല്ലാം പറ്റിയിട്ടും കാര്യമുള്ളൂ. പക്ഷെ ഒരു ലൈഫുള്ളൂ. നമുക്ക് സന്തോഷിക്കാൻ പിന്നെ കാര്യങ്ങൾ എന്താ, നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്താ, അപ്പം അതൊക്കെ നടത്തിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ ചേട്ടാ. ഇതാണ് താരം, നമ്മളൊക്കെ വെറുതെ നോക്ക് കുരികൾ മാത്രം. ഇത് മെയിനാണ് ഇന്നത്തെ ഫംഗ്ഷന്റെ മെയിനാണ്. ഇതാണ് ഇരിക്കുന്ന ആളുടെ സെലിബ്രിറ്റിയാണ്. അങ്ങനെ ഞാൻ എല്ലാവരും കൂടി എത്തിക്കുന്നത് എവിടേക്കാന്ന് അറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഏകദേശം പോപ്പുലർ മരത്തങ്കരയുള്ള പോപ്പുലർ നെക്സയുടെ ഷോറൂമിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, പോപ്പുലറിൻ്റെ ഷോറൂം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളൊരു കാർ ഇറക്കാൻ വേണം. അപ്രത്യക്ഷമായിട്ടുള്ളൊരു വരവാണ് കേട്ടത്. നമ്മൾ ഇപ്പോൾ കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ മാസമൊക്കെ കിട്ടുള്ളൂ ലാസ്റ്റത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർക്കിടകത്തിലെടുക്കാൻ തന്നെയാണ് ഒരു താല്പര്യക്കുറവ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കർക്കിടകത്തിന് മുന്നേ ജസ്റ്റ് ആ താക്കോല് തരിക എന്നുള്ള ഒരു ചടങ്ങെങ്കിലും കഴിച്ചു വെക്കാം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് പെട്ടെന്ന് തലേദിവസം രാത്രി വിളിച്ചിട്ട് നമ്മുടെ ആദർശ് പറഞ്ഞു നമുക്ക് നാളേക്കെല്ലാം സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സെറ്റാക്കുമ്പോൾ നമ്മുടെ ഒരു എല്ലാവരും ഒരേപോലെയുള്ള ഡ്രസ്സിങ്ങും കളറും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം. പക്ഷെ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ പറയണത് എന്താന്ന് പറയുക, നെക്സോൻ്റെ കാർ നമ്മൾ ഇറക്കാൻ പോണ കാർ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ വേറൊരു കാർ എടുക്കുന്നുണ്ട്, നമ്മൾ ഇറക്കാൻ പോണ കാറിൻ്റെ വേറൊരു കാർ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അയ്യോ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും കാർ ശരിക്കും കാണുന്നത് തന്നെ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഞങ്ങളാണ് കേട്ടോ ആദ്യം എത്തിയത്. പൊന്നു ഷേപ്പും കാർത്തൂനും എടുത്തിട്ട് വരും, പിന്നെ അച്ചൂട്ടനെ എടുത്തിട്ട് അനിയനും ഭാര്യയും വരും കേട്ടോ. തൊണ്ടവേദനയ്ക്കാണ് കാരണം, സംസാരം മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഈ പേപ്പർ ലാസ്റ്റ് ഉള്ള എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനും വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കണേക്കാളും തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ രാത്രിയാണ് അറിഞ്ഞത് തന്നെ. പിറ്റേ ദിവസം കാർ എടുക്കണ കാര്യം ഫൈനലായത് തന്നെ കിട്ടുമോ ഇല്ലയെന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ കുണിക്കും പിറന്നാളിന് കുഞ്ഞെടുത്തോടത്ത് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനുവേന് നമ്മൾ അടുത്ത് കല്യാണം പോയിട്ട് ആടി മാസക്കിഴ ഉണ്ടായിരുന്നു, അതിനൊന്ന് ഷർട്ട് എടുത്തു. അതാണ് ഇട്ടിങ്ങനെ ഇടയ്ക്ക് വന്നു. നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിന് അച്ചുട്ട ഷർട്ടായിരുന്നു, അത് അനുവിന് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അതന്നെ ഞങ്ങൾ നോക്കി പോയി. അങ്ങനെ ആ ഷർട്ട് എടുത്തു. പിന്നെ ഞാൻ എൻ്റെ പഴയൊരു ജാക്കറ്റ് നിങ്ങൾക്ക് കണ്ടല്ലോ, അതിന് മുന്നേ നമ്മൾ പല വീട്ടിലും കണ്ടിട്ടുള്ള ഒരു ജാക്കറ്റാണ്. അപ്പോൾ ജാക്കറ്റൊന്നും അടിച്ച് കിട്ടാനോ ചുരിദാർ അടിക്കാനോ നേരില്ലാത്താനും
ഒരു സാരി, ആ സാരി എടുത്ത് കൊടുത്തിട്ട് ആ ജാക്കറ്റ് രണ്ടും കൂടി ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ ഇത്രയും നല്ല ഭംഗിയുള്ള കാര്യമാണ്, നല്ലൊരു ഡ്രസ്സിങ്ങിന് പോലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നല്ല വിഷമിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനാണല്ലോ ഇപ്പോൾ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും എടുക്കാത്തവരെ കുഞ്ഞിൻ്റെ നാശനം. കുഞ്ഞ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. കാർ മേടിക്കാൻ എന്നാ പോവാന്ന് അറിയില്ല, അപ്പം അതിന് മുന്നേ എടുക്കാറുണ്ട്. അങ്ങനെ ദേ എല്ലാവരും എത്തി, ഷെബി എത്തി, പൊന്നി എത്തി, കാത്തുമ്മ എത്തി, അനിയനും അനിയത്തിയും അച്ചുട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ കാറിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അവരോട് വേണം പറഞ്ഞപ്പോൾ അവരാരും വരുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കും, നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്നതാണ്. പക്ഷേ അതെന്താ അവരങ്ങനെ എല്ലാവരും പറയുന്നത് നല്ലതെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. നിങ്ങൾ ആക്കിക്കോളേന്നു പറഞ്ഞു. അങ്ങനെ വിളിച്ച് 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 തോറ്റിട്ടാണ് കേട്ടോ അവസാനം അനിയനും ഞാനും കൂടി പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നു. എല്ലാവരും പരമാവധിയിലപ്പുറം ഞങ്ങൾ വിളിച്ചു, വായോ വായോ നമ്മൾ. എനിക്കങ്ങനെയാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ മക്കളെല്ലാവരും, എൻ്റെ മരുമക്കളും എൻ്റെ കൂടെ വേണം, അനിയനായാലും എല്ലാവരും കൂടെ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് എല്ലാവരും വിളിച്ചത്. പക്ഷെ ആരും വന്നില്ല. അങ്ങനെ അവസാനം നിങ്ങൾ തന്നെ ഞങ്ങൾ കാറ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കാറ് മാരുതിയുടെ അല്ല ചേട്ടാ, പോയാ ഏതാ മാരുതിയുടെ അല്ല, മാരുതിയുടെ പറ വാ, നെക്സ ഈ വിറ്റാര, ആയിഷമ്മ, ഈ വിറ്റാരാണ് എടുത്തുക്കണം കേട്ടോ. അപ്പം നമ്പറിന് കാശ് വേണം ഞാൻ, അനാവശ്യമായിട്ട് അങ്ങനത്തെ കാശ് തരുമൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഒരു നമ്പർ മതി ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ എന്നാലും ചില നമ്പറിൽ മൈൻഡിൽ നിൽക്കാത്ത നമ്പറിലുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് വന്നപ്പോൾ 2 കാറും ഞങ്ങൾ നല്ല മൈൻഡിൽ നിൽക്കുന്ന ഒരു നമ്പർ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാറിൻ്റെ എല്ലാവരും കാണിച്ച് ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ കാറ് ശരിക്കും കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല കേട്ടോ. അവിടെ കിടക്കുന്ന കാറ് നോക്കാൻ പോയപ്പോഴേക്കും എന്തൊരു കാരണവശാൽ പേപ്പർ ഒപ്പിടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു, അപ്പോൾ അതും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു. ആദ്യം ഇവിടെ കാത്തുമ്മ, അതാണ് നമ്മുടെ ഫസ്റ്റ് അല്ലേ. കാത്തുമ്മയ്ക്ക് കൊടുത്തു, കുണുക്കി കൊടുത്തു, കുണുക്കുമോന് കൊടുത്തു, പിന്നെ ദേ പൊന്നു ഷേബിയെ, അനിയൻ, പിന്നെ ദേ അനിയത്തി. ആ ഒരു വശം കവർ ചെയ്ത് വന്നപ്പോൾ ദേ ഇപ്പുറത്ത് നമ്മുടെ കുഞ്ഞനും അച്ചൂട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു. എന്താ പറയുക, ഒരു മധുരം, എല്ലാവർക്കും സന്തോഷം. പക്ഷേ നമ്മൾ എല്ലാവരും കടിച്ചത്, നമ്മൾ ഫാമിലി കടിച്ചതാകുമ്പോൾ കുഴപ്പമില്ല, പുറമുള്ള കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റാത്ത ആദർശിനെ എന്നിട്ട് സെപ്പറേറ്റ് കഷ്ണം മുറിച്ച് കട്ട് ചെയ്ത് അരി ചുരുക്കിയത് അല്ലേ. അങ്ങനെ അത് ഈ ഫുഡ് കേക്ക് കഴിച്ചതിന് ശേഷം ഞാൻ വേഗം കൈയൊക്കെ തുടക്കുക. എന്താ വെച്ചാൽ അപ്പോൾ ദേ ആ 3 കുട്ടി പട്ടാളക്കും അവിടെ കേക്ക് വേണം, അതിനാണ് അവർ ചിറ്റി പറ്റിക്കുന്നത്. അങ്ങനെ അടുത്തത് നമ്മൾ എന്ത് ചെയ്തു, താക്കോൽ കൈമാറാൻ പോവാണ്. അപ്പോൾ ഈ താക്കോല് മേടിക്കുന്ന ആൾക്കാരൊന്നും നോക്കി ആ താഴെ നിൽക്കുന്ന ആൾക്ക് താക്കോല് കാണാൻ ആളെ കാണാൻ പോലും ഇല്ല. അപ്പം ഞങ്ങൾ താക്കോല് മേടിപ്പിച്ചത് കുണുക്കനോടും കുണിക്കോടും കാത്തുമോളും ആണ് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളുടെ ലൈഫിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരാണ് അവർ 3 ആളും. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഷോറൂമിൽ 2-3 ആൾക്കാരാണ്, ഒന്ന് നല്ല കൂളായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, ഒന്ന് ഈ ഒരു പേരൊന്നും അല്ല, ഇതാണ് ആദർശ്, പിന്നെ ആ ഒരു കുട്ടി, പിന്നെ വേറൊരു പെൺകുട്ടി ഉണ്ട്. ഇവര് 3 ആളാണല്ലോ കൂളായിട്ട് നല്ലൊരു നല്ല പെരുമാറ്റക്കാര് 3 എല്ലാവരും. പക്ഷെ ഞങ്ങള് മാരുതി ആദ്യം എടുക്കുമ്പോ എല്ലാവരും വന്ന് ചുറ്റും നിന്നിട്ടുള്ള ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇവിടെ ഇവര് ഭയങ്കര ഇത്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഈ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ശരി ഈ താക്കോല് മേടിക്കുന്ന ആൾക്കാരനെ ഒന്ന് നോക്കി നോക്കി. കുഞ്ഞൊരു താക്കോലുണ്ട്, 3 എണ്ണം ഉണ്ട്, 3 എണ്ണം പിടിച്ചിക്കണോ, ഒരാറ്റാണ് വിട്ടുകൊടുക്കില്ല എന്നുള്ളത് തന്നെ. 3 എണ്ണം അവകാശികളെ വിട്ടുകൊടുക്കില്ല എന്നുള്ള അതേ അധികാരത്തോട് നോക്ക് 3ന്റെ ഞങ്ങൾ കൈ പിടിക്കുന്നത് വേറെ ഒന്നല്ല കേട്ടാ, അവറ്റകളെ അതിന് വീഴാണ്ടായിട്ടാണ് ഞങ്ങൾ പിടിച്ചിരുന്നത്. അവര് 3 ചെറിയറ്റകളല്ലേ. എന്നാലും എന്താ പിടിച്ചേക്കണു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാത്തുമ്മ എന്ന് വെച്ചാൽ മൂപ്പർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂപ്പരോട് ചെയ്യുമ്പോ കുണിക്കും കാത്തുമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവര് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നോക്കി നിന്ന് തുള്ളണൊക്കെ മൂപ്പര് സന്തോഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് തുള്ളണ്. അങ്ങനെ അവരുടെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നു. അങ്ങനെ എനിക്കെന്നെ കാറ് കാണാൻ തന്നെ വിഷമം ഭയങ്കരമായിട്ട്. കാറ് ശരിക്കും കണ്ടിട്ടില്ല ഇപ്പോഴും അല്ലേ, ഒന്ന് യാത്ര ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ ഇടാൻ കാറൊക്കെ എടുത്ത് ഞാൻ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് മരത്താങ്കരന്ന് കുറച്ചാണ് നീങ്ങുമ്പോൾ ഒരു ഹോട്ടലിൽ നല്ല ഫുഡ് സ്പൂണ് അങ്ങനെ തോന്നുന്നു, അറിയില്ല. ആ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും 2 പേരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഹോട്ടലിലേക്ക് പോക്കോ, ഞാൻ എന്നോട് മെഡിക്കൽ ഷോപ്പിൽ പോയി കുഞ്ഞിന് പനി വന്നു.
കുഞ്ഞിന് പനിച്ചോടി, കുഞ്ഞിന് തീരെ വയ്യ. ചെക്ക് കുഞ്ഞിനായതുകൊണ്ട് ആ ഷോറൂമിൽ അത്രയും മണിക്കൂർ നിന്ന് തന്നെ തീരെ വയ്യ. കുഞ്ഞിന് ഛർദ്ദിക്കാൻ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവളുടെ അച്ഛനും അമ്മ വണ്ടി എടുക്കാൻ ഒരു ഹാപ്പിനെസ്സിൽ അവൾ നിന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടി എടുത്ത് അങ്ങോട്ട് പോക്കുക, അമ്മച്ചിട്ട് മരുന്നടിക്കാൻ ഞാൻ മുന്നേറ്റ് മരുന്നൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കിട്ട് അവർ ആദ്യം എത്തി. അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ കുറച്ച് നമ്മുടെ വീട് തൊട്ടപ്പുറത്തായിട്ട് അച്ചു വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ അനുവേട്ടനാണ് വണ്ടി ഓടിച്ച് വരുന്നത്. കാണാനൊന്നും ഇരുപത്തേക്കാണ് വണ്ടി ഓടിച്ച് തന്നെ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ബാബേട്ടൻ പറഞ്ഞിട്ട് മഞ്ഞ ലൈറ്റൊക്കെ ഇട്ടിട്ട് വേണം വണ്ടി വീഡിയോ എടുക്കാൻ, നിങ്ങൾ എന്ത് പണി ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ലൈറ്റ് ഒന്ന് കത്തിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാത്തുമ്മ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കി കാത്തുമ്മ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഒരാള്, ഭയങ്കര സ്നേഹമുള്ളൊരു ഇതായിട്ട് ആള്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളോടേക്ക് എന്നെ കുണിക്കിൻ്റെ അടുത്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണാൻ. കുണിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ഒരു കാത്തുമ്മ വന്നിട്ട്. സ്കൂളിലൊരു നോട്ടം എപ്പോഴും കണ്ടെങ്കിൽ എപ്പോഴും കാണില്ല. നാളെ കമ്മലുണ്ടെന്ന് സ്കൂളിൽ കാണില്ല, പക്ഷെ അവരങ്ങനെ സ്കൂളിൽ അധികം കാണുന്നില്ല. കുറേ ദിവസമായിട്ട് അവർ കാണണ്ടേ. അവർ മൂന്നും എന്താ പറയുക, മാമൻ മേമ ഉണ്ണി എന്നുള്ളൊരു ബന്ധമല്ല, അവർ മൂന്ന് കൂടപ്പറപ്പോളം എന്നുള്ളൊരു ബന്ധത്തിലാണ് അവർ വളർന്നത്. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു. നമുക്ക് കാണുന്നവർക്ക് തന്നെ ഭയങ്കര. വണ്ടിയുടെ ഓണറേടെ എങ്ങനെയുണ്ട്? ഇവിടുന്ന് ഇങ്ങോട്ട് എപ്പ ഓടിച്ച് ഇങ്ങോട്ട് കയറ്റി അത്ര ചെയ്തിട്ടുള്ളൂ കേട്ടാ. നീ വണ്ടിയുടെ എക്സ്പീരിയൻസ് അറിയുന്നേ, രണ്ടിലിരുന്നവരോട് എങ്ങനെയുണ്ട്? സൂപ്പർ വണ്ടിയാ, ഇഷ്ടപ്പെട്ടു, അടിപൊളി. ആദ്യം എന്താന്ന് പറഞ്ഞ പ്രശ്നം, രണ്ട് മരുമക്കളും സ്വിഫ്റ്റ് ഓടിക്കില്ലായിരുന്നു. രണ്ടാളും മാനുവൽ വണ്ടി ഓടിക്കില്ല. ഇപ്പൊ രണ്ടാൾക്ക് ഓടിക്കാം അങ്ങനത്തെ വണ്ടി. അതാ ആദ്യം തന്നെ സ്വിഫ്റ്റ് കൊണ്ടുപോകുമ്പോ അച്ഛനൊന്നും കൈമാറി ഓടിക്കാൻ ആരും ഇല്ല. ഇനിയിപ്പോ ടെൻഷനില്ലല്ലോ, കൈമാറി ഓടിക്കാറുണ്ട് ആൾക്കാരുണ്ട്. അതല്ലേ നോക്കട്ടെ, കാറ്റുണ്ട് അപ്പി കൊടുക്കട്ടെ. ഹലോ, അപ്പി ചെയ്യാൻ പോവാ. കമോൺ ബേബി, കമോൺ. ഇതാണ് അമ്മയുടെ ശുന്തിരി, ഇതാണ് അമ്മമ്മയുടെ ശുന്തിരി അല്ലേ? ശുന്തിരി മക്കളാണ് അല്ലേ പെണ്ണുമണിയെ? ആ സുന്ദര മോൻ അയച്ചിണു, ശുന്തിരി മോള് വെക്കണു. അച്ഛനെ ശുന്തിരി മോളെ കാലായിട്ട് ഇപ്പൊ സന്തോഷമായി. എന്റെ മോള് കയറിപ്പിക്ക് സന്തോഷമായി. അപ്പോ പറഞ്ഞു വന്ന കാര്യം, കാറൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട് എന്നുള്ളൊരു അഭിപ്രായം. ഞാൻ നിങ്ങളാണ് ആ ഒരു കാറ് ഞങ്ങളുടെ ലൈഫിൽ എത്തിച്ചതും. അതാണ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് പറ്റിയത്. സത്യം പറയുകയാണെങ്കിൽ ആ കാർ എടുക്കുന്നത് ഞാൻ 5 പൈസ അങ്ങോട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ള ലോണുണ്ട്. അതിപ്പോൾ നമ്മളെന്തായാലും ലോണിൻ്റെ കാര്യത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്വിഫ്റ്റ് കൊണ്ടെടുക്കുമ്പോൾ 2 ദിവസം 1500 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. അപ്പോൾ ഒരു മാസം ഇങ്ങനെ പോയാലും 10, 20,000, 25,000 പെട്രോൾ തന്നെ വണ്ടി അടിച്ച് തീർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ അടുത്തടുത്തൊക്കെ ഇപ്പോൾ കുഞ്ഞിനെ ഹോസ്പിറ്റൽ കേസ് വന്ന് നമ്മൾ എത്ര ദിവസം 1000 വെച്ചിട്ട് 10,000, 6,000 ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞു നമ്മൾ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സാരി എടുക്കാൻ പോകാനും നമ്മുടേതായ കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ ഇറക്കിയത്. വീട്ടിൽ സോളാറുണ്ട്. അങ്ങനെയൊക്കെ വെച്ചപ്പോൾ നമ്മൾ വെച്ചു. പിന്നെ അവർ പറയണ ഒരു ഫുൾ ചാർജിൽ ഒരു 400 കമ്പനി പറയണേനും ഒരു 300-350 കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുത്തത്. ഞാൻ ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കളറായിരുന്നു കേട്ടോ നീല കളർ. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടം. ശ്രുതിക്കാണ് കൂടുതലും നീല എന്ന് മൂപ്പരാണ് പറയാം. പക്ഷേ എനിക്ക് വൈറ്റ് കാരണം, പക്ഷെ അതിപ്പോൾ ഒരു ഡ്രസ്സായാലും കുണിക്കുന്ന ഡ്രസ്സായാലും അനിയായിട്ടുള്ള ഡ്രസ്സായാലും എനിക്ക് വൈറ്റിനോട് കൂടുതൽ ഇഷ്ടം. വൈറ്റാണ് എനിക്ക് ഭയങ്കര, ഓഫ് വൈറ്റിനോടാണ് എനിക്ക് കൂടുതൽ ഭയങ്കര ഇഷ്ടം. പക്ഷെ അപ്പോൾ ഓഫ് വൈറ്റിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. പക്ഷെ അന്ന് നോക്കി പറഞ്ഞു ഈ ഒരു കാർ സ്റ്റോക്കിലുണ്ട്, നമുക്ക് നോക്കിയാലോ. ആരോ മേടിക്കാൻ വെച്ചത് ക്യാൻസലായി പോയതാ തോന്നുന്നില്ലേ. അതുകൊണ്ടാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇതൊക്കെ തരണം ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങൾ തരണം ചെയ്ത് കിട്ടി. മെയിനായിട്ട് ഞാൻ കാറിഞ്ഞ് എടുക്കാൻ പോണവരോട് ഒരു ഉപദേശമല്ല, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇങ്ങനെ മാരുതിയുടെ ഇങ്ങനത്തെ ഈ വണ്ടികളൊക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ, നമ്മളെടുത്ത സ്ഥലം മരത്തക്കര, തൃശ്ശൂര് ടോൾ എത്രയേക്കാൾ മുന്നേ മരത്തക്കര പോപ്പുലർ എന്നാണ് എടുത്തിട്ടോ. അവിടെ ഒരു ആദർശ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. നമുക്ക് എന്ത് കാര്യത്തിനും നല്ല സഹകരണം. സത്യന കാറ് വരുമ്പോൾ ഞാനത് ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു നല്ലൊരു മോൻ,
നല്ലൊരു സ്വഭാവം. അതാണ് ഞാൻ പറഞ്ഞിട്ടാ. ഞാനിപ്പോ നമ്മൾ സ്വിഫ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ ഡീലിങ് കരച്ച് ഫൈനായിട്ട് വിളിക്കുന്നു, സംസാരിക്കുന്നു. ഇപ്പൊ വാട്സപ്പ് ചേച്ചി എന്തായെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഷെബിയൊക്കെ അച്ഛനേക്കാൾ കൂളായിട്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചിരുന്നു. അത്രയും എൻ്റെ ഒരു മോൻ എനിക്ക് കുണക്കനേക്കാളും കൂളായിരുന്നു ആ ഒരു കുട്ടിയോട് സംസാരിക്കാനും. ഞാനത് വെറുതെ പറഞ്ഞു, നമുക്ക് ഓരോരുത്തരോടുള്ള ഒരു ഇഷ്ടമാണ്. ഞാൻ പറയട്ടെ, എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി ആ ഒരു കുട്ടീനെ. അപ്പോൾ നിങ്ങൾ പോപ്പുലറിലേക്ക് പോകുമ്പോൾ ആദർശിൻ്റെ നമ്പർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മുടെ റിയലിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ആദർശിൻ്റെ നമ്പർ ഞാൻ അയച്ചുതരാം. അല്ലെങ്കിൽ നിങ്ങൾ പോപ്പുലറിൽ പോയി ആദർശിനെ ചോദിച്ചോ, അവനെ കിട്ടും. നല്ല ഡീലിംഗ് ആണ്. നമ്മളെ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കാണ്ട് കാര്യങ്ങളും പരമാവധി അവര് സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട്. അവർക്ക് പറ്റാവുന്ന വിധത്തിലുള്ള നമ്മൾ ഒരു ഷോറൂമിൽ നമുക്ക് കിട്ടാവുന്ന പരമാവധി സപ്പോർട്ട് കാര്യങ്ങളും നമുക്ക് ആദർശ് ചെയ്തു തന്നു. എല്ലാ കാര്യത്തിലും കൂട്ടി ചെയ്തു തന്നു. എന്താ പറയാ, യാത്ര പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമമായി. ഇത്ര ദിവസം 2 ദിവസം മുമ്പ് മൂപ്പരൊരു വിളി ഉണ്ടായിരുന്നു, ചേച്ചി OTP വരട്ടെ, ചേച്ചി അത് വരട്ടെ, ചേച്ചി ഇത് വരട്ടെ. അപ്പൊ അതൊക്കെ മിസ് ചെയ്യും നമുക്ക്. അത് അത്ര സത്യം ചുമ്മാ പറല, നമുക്ക് അത്രയും അറ്റാച്ച്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിന് മുന്നേ നമ്മൾ കാർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഒരാൾക്ക് നമുക്ക് പ്രൊമോഷനൊന്നും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ നമുക്ക് ഒരാളോടുള്ള ആ ഒരു കുട്ടി, നമുക്ക് കാർ മേടിക്കണവർക്ക്, ഇപ്പൊ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ അവർക്ക് കാർ മേടിക്കണം, നമുക്ക് നാട്ടിൽ മേടിക്കണം, മക്കൾക്ക്. അപ്പൊ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനൊക്കെ കൂടുതൽ നല്ലതാണ് കാര്യങ്ങൾ. നമുക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ എന്തൊരു കാര്യം അവൻ്റെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും. നല്ല മോനാണ്. യാത്ര പറഞ്ഞു കഴിയുമ്പോൾ നല്ല വിഷമമായി. ഇല്ല, അതിന് വിഷമമില്ലേ അല്ലെ? നമ്മുടെ വീട്ടിൽ ആരെയോ നമ്മൾ അവിടെ നിന്ന് മിസ് ചെയ്ത് അവിടെ നിർത്തിയിട്ട് വരണ ഇനി ഞങ്ങള് പറഞ്ഞല്ലേ, അന്വേഷണാണ് ഓട്ടോമാറ്റിക്കാണ് വണ്ടി. അത് മന്നടക്കി എന്ന് പറഞ്ഞ അപ്പോൾ വിളിക്കും, ആദർശം ആദ്യം മാരുതിയുടെ അവിടുന്ന് സനീഷായിരുന്നു, BRDയിലെ സനീഷായിരുന്നു. അപ്പൊ അങ്ങനെ അന്വേഷണം ഓരോരുത്തർക്കും അന്വേഷണം ഓരോരുത്തരും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു മാത്രം അന്വേഷണം വിളിക്കുന്നുണ്ട്, നമുക്ക് ഓക്കെ ആണെന്ന്. നമ്മളെപ്പോഴും BRDയിലാണ് നമ്മുടെ സ്വിഫ്റ്റ് റെഡി ആയിരുന്നു. അവിടെ സനീഷായിരുന്നു. ഭയങ്കര ഒരു നല്ലൊരു മോൻ, നല്ലൊരു കുട്ടിയാണ്. നമുക്ക് എല്ലാം കാര്യം ചെയ്തു തരാനും. ഇന്ന് വണ്ടി പോയത് ഞങ്ങൾക്ക് അല്ല, നമ്മുടെ ഓരോ ബന്ധങ്ങൾ പോകുമ്പോഴാണ് വിഷമം. ആ വണ്ടിയിൽ ഇപ്പോൾ എന്തുണ്ടെങ്കിലും സനീഷിനെ വിളിച്ചായിരുന്നു. അതുപോലെ നമുക്ക് ആദർശ് എന്നൊരു കുട്ടി ഒക്കെയാണ്. അപ്പൊ തന്നെ കാർ എടുക്കുന്നവർക്ക് മരത്താങ്കര പോപ്പുലറിൽ പോയി ആദർശ് BRD കരിക്കാട് പോവുകയാണെങ്കിൽ സനീഷിനായിട്ട് ബന്ധപ്പെട്ട നമുക്ക് വണ്ടിയെ സംബന്ധിച്ച് എന്ത് കാര്യം അതിനെ എന്തുണ്ടെങ്കിലും അതിനായിട്ട് രാത്രി 8 മണിക്ക് 9 മണിക്കൊക്കെ എന്നെ വിളിക്കുക, ഇങ്ങനെ കാര്യം എന്ത് ചെയ്യണ്ടേ. എവിടെ നമ്മള് പോയാലും അവിടുന്ന് വണ്ടി കൊണ്ടുപോയി സർവീസ് ചെയ്ത് അത് നീറ്റായിട്ട് കൊടുക്കുന്ന നമ്മളെ നല്ല ഉത്തരവാദിത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യും. പറഞ്ഞ ടൈമിങ്ങിൽ എല്ലാം വണ്ടി എടുത്തോണ്ട് കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര ടൈമിങ്ങിൽ ചെയ്യുന്ന ഒരു നല്ലൊരു മോനാട്ടോ. അതേമാതിരിയാണ് പോപ്പുലറിലത്തെ ആദർശം. അപ്പൊ നിങ്ങള് എന്തെങ്കിലും നിങ്ങൾക്ക് വണ്ടി എടുക്കണമെന്ന കാര്യങ്ങളും നിങ്ങളുടെ വണ്ടി, അതായത് മാരുതിയുടെ വണ്ടി കയ്യിൽ വെച്ച് നിങ്ങൾക്ക് മാറ്റം ചെയ്യാനൊക്കെ അവര് ഓക്കെയാണ്. നല്ല റേറ്റ് നമുക്ക് നല്ല അവര് പരമാവധി ഒരു റേറ്റ് സെറ്റ് ചെയ്ത് പറഞ്ഞു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല 5 വർഷം യൂസ് ചെയ്ത് ഞങ്ങളുടെ വണ്ടിക്ക് ഇത്ര റേറ്റ് കിട്ടി. ഭയങ്കര ലക്കി. ആ ഒരു കാര്യത്തിന് ഭയങ്കര ലക്കിയാണ് ഞങ്ങള്. ആ ഒരു അല്ലേ, അങ്ങനെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇന്നലെ കാറൊക്കെ എടുത്തു. കാർ എടുക്കാൻ പോകുമ്പോ ഞങ്ങള് ഏട്ടന്റെ വണ്ടി കൊണ്ടുപോയിട്ട്, ഇപ്പൊ അജേട്ടനാണെങ്കിൽ ഒരാളുടെ വണ്ടി കൈമാറി ഓടിക്കില്ല. അപ്പോഴാണ് ഏട്ടന്റെ വണ്ടി ഓടിക്കുന്നത്. ഏട്ടന്റെ വണ്ടി ഓടിച്ചപ്പോ ഭയങ്കര ഇഷ്ടമായി. എന്ന് പറയാം, സ്വിഫ്റ്റ് പുതിയ ഇത് ഏട്ടനോട്ട് കൊണ്ടുപോകും, നമുക്ക് ഇത് മതി. അവരിങ്ങനെ കുറച്ച് നാളായിട്ട് അവരങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കില്ല. ഒരു 10 ദിവസം ലീവിന് വരുമ്പോ അങ്ങനെ ചെറിയൊരു പൈസ ചെലവാക്കിയ നല്ല വണ്ടി, നല്ല വണ്ടി. എനിക്ക് നല്ല സുഖം യാത്ര ചെയ്യാൻ. നല്ല വണ്ടിയാണ്, നല്ല. അങ്ങനെ കുറെ നാൾ ഓടാണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷമം ഇനി റിട്ടേൺ കൊടുക്കുമ്പോഴാണ് അതിന്റെ വിഷമം. അതിന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞാൽ അല്ലേ ഭയങ്കര ടെൻഷൻ കഴിഞ്ഞ്. പിന്നെ ഏട്ടന്റെ വണ്ടി സർവീസ് ഒക്കെ ആയിട്ട് എന്നോട് കൊണ്ടിട്ടാണ് എന്റെ വീട്ടില്. അവിടെ ആരും ഇല്ല, വേറെ ഒന്നല്ല പറയാ. ഈ വണ്ടിയോട് അവിടെ ഇട്ടോ നമുക്ക് സ്വിഫ്റ്റ് മതി, ഇതാണ് തയ്യപ്പ്. സ്വിഫ്റ്റ് മതി, സ്വിഫ്റ്റ് മതി പറയാ. സ്വിഫ്റ്റ് നമുക്ക് ഓടിക്കാനും നിർത്താനും വളയ്ക്കാനൊക്കെ സുഖം, എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. ചെറിയ വണ്ടിയില്ല, ഇതിപ്പോ അതിന് മാത്രം വലിയ വണ്ടിയില്ല, എന്നാലും വലിയ വണ്ടിയല്ല. നമുക്ക് പുത്ത വണ്ടി കൊണ്ട് നടക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് അവിടെ കിടന്നുണ്ട്. നമുക്ക് സ്വിഫ്റ്റ് മതി, നമുക്ക് അവര് വരുമ്പോ പറഞ്ഞവര് അവർക്ക് യാത്രക്കൊക്കെ എങ്ങനെയൊക്കെ ലോങ് ഒക്കെ പോകണം. നമുക്ക് പിന്നെ ലോങ് ഈ സാരിയുടെ കേസ് തന്നെ ഉള്ളു, സാരി എടുക്കുന്ന കേസ്. അപ്പൊ പോകുമ്പോ തന്നെ നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ട് നമ്മൾ എങ്ങോട്ടും പോവുള്ളൂ. വണ്ടി ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയ കാശ് ചെലവാക്കിയ സൂപ്പർ വണ്ടിയാണ്. 10 വർഷം മേലെ എന്റെ വണ്ടി. ആ വണ്ടി
വണ്ടി നമ്പർ കണ്ടിട്ട് അത് വിൽക്കുമെന്ന് ആ ചോദിച്ചിട്ട് നാളെ പിന്നെ ഞങ്ങള് ഗുരുവായൂർ റോഡിൽ നിൽക്കുമ്പോ ഒരാള് ബൈക്കൊന്നും നിർത്തുന്നു വണ്ടി ഞാൻ കൊടുക്കണം. അപ്പൊ വിചാരിച്ചു ഞങ്ങള് എന്താണോ ആ വിചാരിച്ചു എന്താ വണ്ടി രാത്രിയാണ് കൊടുക്കണ്ടോന്ന് അവരെ അയാൾക്ക് ആ വണ്ടി നമ്പർ ഇഷ്ടമാണ്. അയാൾ ആ നമ്പർ 3700 അങ്ങനെ എന്തെങ്കിലും 3700 നമ്പർ കണ്ടാൽ ഏത് വണ്ടിയും മുപ്പര് മേടിക്കും എടുക്കൂത്ര അങ്ങനെ ഒരാളാത്ര. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നലെ ഞങ്ങളുടെ ഏട്ടന്റെ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. ഞാനും അതായത് പൊന്നും ഷേബിയും കാർത്തും അങ്ങോട്ട് എത്തി. അനുവേണ്ട അനിയനും ഭാര്യയും മോനും എത്തി. ഞാനും അനുവേട്ടനും അച്ചും കുണുക്കനും കുണിക്കും കുഞ്ഞിനും അത് കൂടിയിട്ട് ഏത് സിനിമയിലില്ലേ 2 വണ്ടി എയർപോർട്ടിൽ തട്ട് വരണ ആ അതാ ഞാൻ പറഞ്ഞത്. മിസ്റ്റർമാര് മകരെ ബിജു മേനോനോട് പറയണില്ല, ബിജു പറയണില്ല ശീലമോട് പൊങ്ങച്ച കാണിക്കാനാണ് ഇക്കണ്ട കാർ നിങ്ങൾക്ക് രണ്ടാൾ കൂടി കൊണ്ടുവന്നേന്നുള്ള അവസ്ഥ. 4 ആള് 4 വഴിക്കുന്ന 4 സമയത്താണ് വന്നത്. 4 അല്ല 3 ആൾക്കാര്. അപ്പൊ ഞങ്ങള് ഏട്ടന്റെ വണ്ടിയിലാണ് ഞങ്ങളുടെ കാർ എടുക്കുക. ഏട്ടന്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. ഇനി വേറെ വണ്ടിയാണ്. അപ്പൊ ഞാൻ വേണം നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോവാന്നാണ്. അങ്ങനെ ഏട്ടന്റെ വണ്ടിയിൽ പോയി ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോ ആ മഞ്ഞെടുക്കുന്നത് ഹാഫ് കൈ ആണെങ്കിൽ സൂപ്പർ തന്നെ, നല്ല മഞ്ഞത് ഈ മഞ്ഞ അത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്ത് നിർത്തിയതൊക്കെ നമ്മുടെ കുറിയുടെ ചേച്ചി നമ്മൾ ദിവസം മാസത്തിൽ ഒരു 5000 വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കണം. അത് 500 വെച്ചിട്ട് 5000 മുട്ടിക്കണം. അങ്ങനെ കുറികളൊക്കെ ചേർന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാസ്റ്റിക്ക് നമുക്ക് എന്തെങ്കിലും വേണ്ടേ അങ്ങനെ കിട്ടണം. പക്ഷെ അപ്പുറത്ത് കുറിയൊക്കെ ആയിട്ട് പോവാ. കുറി വേറെ ഒന്നും നമ്മൾ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞിന്റെ പ്രസവമൊക്കെ എങ്ങനെയൊക്കെ ജീവിതം എങ്ങനെയൊക്കെ പോട്ടെ. എന്നാലും നമ്മുടെ ലൈഫിൽ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഞാൻ 2 വണ്ടിയിൽ അത് പറഞ്ഞു തന്നത്. അപ്പൊ ഞങ്ങൾ പോയി വണ്ടി എന്നിട്ട് ജസ്റ്റ് ആ ഷോറൂമിൽ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ആ മുന്നിലേക്ക് വണ്ടി എടുത്താൽ ഒരൊറ്റ എടുക്കലുള്ളൂ. പിന്നെ എന്നിട്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ടില്ല ഈ നിമിഷം. പിന്നെ വീണ്ടും മുറ്റെത്തിയപ്പോൾ അവിടുന്ന് ഷെബിയും പൊന്നും അവരെ കാറിലാന്ന്, അനിയനും ഭാര്യ അവരെ കാറിലാന്ന്. അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഒരു കാറില്ല. അപ്പോൾ അവര് അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛൻ കുഞ്ഞിനെ എടുത്ത കാരണം. അപ്പൊ അച്ഛനും കുഞ്ഞിനും ഭയങ്കര വിഷമം. വേണ്ടമ്മ നമുക്ക് വേണ്ട എന്തെങ്കിലും ചെയ്യാൻ നാളെ ഒരു കാർ എടുക്കാം. അങ്ങനെയാണ് ഷോറൂമിൽ കാർ ഇടാം. ആര് തോൽപ്പിച്ചാലും ദൈവം തോൽപ്പിക്കില്ല, ചില നിമിത്താണത്. അപ്പൊ എന്നോട് പറഞ്ഞു അവന്റെ യോഗ ഉണ്ടാവും. ഒരു പുതിയ വണ്ടി ഇറക്കുമ്പോ ഓടിച്ചോണ്ട് അവന് യോഗ ഉണ്ടാവും. അവർക്ക് ഇപ്പൊ വണ്ടി ഇല്ലാണ്ട് ആക്കിയാണ്ട് തോൽപ്പിക്കാൻ വിചാരിച്ച പറ്റണ കാര്യമല്ല. അപ്പൊ അതിനാണ് ദൈവം എന്ന് പറയണത്. പ്രത്യേകിച്ച് അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മനസ്സൊന്നും അല്ല കേട്ടാ. അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് തന്നെയാണ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒരു ഈഗോകളോ കാര്യങ്ങളോ. ഇപ്പൊ ഞങ്ങൾ ഓടിച്ചു. ഞാൻ പറഞ്ഞിപ്പോ ഷെബിയാ ഓടിക്കുന്നത് ഞങ്ങൾ ഹാപ്പിയാണ്. അനിയന്റെ അനിയൻ അതിലേമു അവൻ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുക. അവര് ഹോസ്റ്റലിൽ പോയിക്കുക. അവര് പെട്രോൾ അടിച്ച് വേണ്ട അവരോട് വണ്ടി കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റിയില്ല. പറയണമെന്ന് എന്നോട് പറഞ്ഞ സിനിമ നമുക്ക് നാളെ എറണാകുളം പോകുമ്പോ വണ്ടി എടുത്തോ പറയാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള വെറുതെ ചാർജ് ഉണ്ട്. വെറുതെ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരെ കാശ് പെട്രോൾ അടിച്ചെന്താണ് അല്ല. അങ്ങനത്തെ ഒരു ഈഗോ എന്നോ അന്വേഷണോ ഞങ്ങൾക്ക് രണ്ടാൾക്കില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരും ഉണ്ട് എടുത്താലും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നേ ഇല്ലാത്ത 2 വ്യക്തിയോളം ഞാൻ തന്നെയായിരുന്നു. അല്ല അപ്പൊ ഞാൻ പറയാം ഞങ്ങൾ രണ്ടാളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടാളും തന്നെ അച്ഛനും കുഞ്ഞനും വണ്ടി ഓടിച്ചപ്പോൾ ഞങ്ങൾ ഹാപ്പി. ഞങ്ങളുടെ മക്കളും ഉണ്ടായിരുന്നു. പിന്നെ അനിയന്റെ പുതിയ കാർ എടുത്ത് വരുമ്പോൾ അച്ഛൻ കുഞ്ഞിനും ഫ്രണ്ടിൽ ഇരുന്നു. അച്ചൂട്ടനും കുണുക്കനും കുണിക്കും കാത്തുമ്മയും ബാക്കിലിരുന്നു. അവര് വന്ന് അതാണ് നമുക്ക് നമ്മുടെ ഇല്ലില്ല ഒരിക്കലും ഞാൻ ഹാപ്പി എന്താ വെച്ചാൽ നമ്മുടെ കാർ എടുക്കാകുമ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 3 ഫാമിലി പുറത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ പൊന്നിന്റെ ഫാമിലി ഉണ്ടായിരുന്നു, കുഞ്ഞിന്റെ ഫാമിലി ഉണ്ടായിരുന്നു, അനിയന്റെ ആ 3 കൂട്ടരും ആ പുതിയ വണ്ടിയിലുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി നമ്മുടെ മക്കളും ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് യാത്രയിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഇടയ്ക്കായിരുന്നെങ്കിൽ എൻ്റെ വണ്ടി സുഖം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരാ വണ്ടി എടുത്ത് വരുമ്പോ പക്ഷെ കുഞ്ഞിനെ അച്ഛന്നിട്ട് പകുതിക്ക് വെച്ച് വിളിച്ചോ വീട്ടിലേക്ക് അച്ഛൻ കയറ്റണം. ഞങ്ങളുടെ ഗേറ്റില് വീട്ടില് അച്ഛൻ കയറ്റിടണം. ഞങ്ങൾ പറഞ്ഞു അതെന്താ അച്ഛൻ ആര് കയറ്റിട്ടാലും എന്താ നമ്മുടെ മക്കളല്ലേ. ഇപ്പൊ ഷെബി ആയാലും അച്ചു ആയാലും ഇതൊക്കെ നമ്മുടെ മക്കളെ. ഇനി പയ്യനെ കയറ്റി വേണ്ട. ഷെബിയുടെ കാറുള്ളത് കൊണ്ടാണ് അവരെ കാറിലാണ് വന്നത്. പിന്നെ അച്ചു ഈ വണ്ടി എടുക്കാതെ ഷെബിയും അച്ചും മാനുവൽ വണ്ടി ഓടിക്കില്ല. അവർക്ക് ഓട്ടോമാറ്റിക് ആ ഷെബിക്കായാലും അച്ഛനായാലും ഓടിക്കാം. സാധാ മാനുവൽ വണ്ടി അവർക്ക് ഓടിക്കാൻ അറിയില്ല. അപ്പം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അച്ചു പറഞ്ഞു എന്താ ചെയ്യാ അച്ഛനും ഭയങ്കര വിഷമം. അച്ഛൻ വണ്ടി ഓടിക്കണം. അച്ഛൻ ആ കുട്ടി കൊണ്ടുപോയി ഞാൻ എന്തിന് ആ കുട്ടി ആ വണ്ടി ഇവിടെ കൊണ്ടിട്ട് പിന്നെ ആ കുട്ടി ബസ്സിൽ എന്തിനാ നമ്മളങ്ങനത്തെ ശാപത്തിന് എന്തപ്പ ഈ വന്നില്ല. ആരെ പുറമെ അനുവേണ്ട അനിയനും നമുക്ക് പുറമേ അല്ല. ഷേബി പുറത്തുള്ള ആളല്ല, അച്ചു പുറത്തുള്ള ആൾ. ഇതൊക്കെ നമ്മുടെയാണ്. അപ്പൊ ആര് വണ്ടി എടുത്താലും നമ്മൾ ഹാപ്പിയാണ്. ഇപ്പൊ ഇന്നലെ അച്ചുട്ട പറഞ്ഞു ഇത്രേ ഞാൻ ലൈസൻസ് എടുത്ത് വേണം അച്ഛൻ്റെ വണ്ടി എടുക്കുന്ന വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹാപ്പിയാണ്. നമ്മുടെ മക്കള് അവർ വലുതായി അവർക്ക് ലൈസൻസ് എടുത്ത് അവർ വണ്ടി നമ്മളതൊക്കെ ഹാപ്പിയാണ്. നമ്മൾ സന്തോഷമുള്ളതൊന്നും നമുക്കൊരു വിഷമമില്ല. അതൊക്കെ അവർ പറയണേക്കുമ്പോൾ നമ്മളത് ഹാപ്പിയാണ്. ആ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളത് കേൾക്കുന്നതും ആസ്വദിക്കുന്നതും സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ.
അപ്പൊ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു വണ്ടി. ഇത് സ്വപ്നം പോലെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് സത്യം ആ വണ്ടിയിൽ ഞാൻ ഇരുന്നിട്ട് യാത്ര ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ. ഗണപതി അമ്പലത്തിൽ പൂജിച്ചതിന് ശേഷം നമ്മള് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പണ്ട് വിചാരിക്കുന്നത് കുടക്കിന് പരിക്കേറി എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകണം. ബോറടിക്കല് കുറച്ച് കൂടി. അച്ചു പറഞ്ഞു വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് അമ്മ സൂപ്പർ വണ്ടി, ഇന്ത്യയിലൊക്കെ അടിപൊളിയായിട്ട്. ഞങ്ങൾ സത്യം പറയല്ല ഒരു സ്വപ്നമാണ് ആ വണ്ടി ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിങ്ങൾക്ക് സ്വപ്നമായിട്ടാണ് യാഥാർത്ഥ്യമായിട്ട് തോന്നുന്നത്. പക്ഷെ ഞാൻ എന്നെ കയറിയിട്ടില്ല. ഞങ്ങള് യാത്ര ചെയ്തിട്ട് വരുന്ന വഴി ഞങ്ങൾ എല്ലാവരും കയറി ഫുഡ് കഴിച്ചു. അത് സന്തോഷമാണ്. നമ്മളെ ആ വണ്ടി എടുത്തതിന്റെ സന്തോഷം, ആ ചെലവ്, നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. അനിയന്റെ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് മരത്തങ്ങാനം തന്നെ അനിയന്റെ വണ്ടി എടുത്ത് ആദർശിന്റെ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആദർശിനെ പരിചയപ്പെടുന്നത്. നമുക്ക് പറയാൻ പാടത്തൊക്കെ ഉണ്ട്, എക്സോണൊക്കെ ഉണ്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ ആദർശം അവിടുത്തെ അതും എല്ലാവരും നല്ല സഹകരണം. അപ്പം നമുക്ക് ഈ ആദർശിനെ മുന്നേ അറിയണോണ്ടാണ് നമ്മൾ ആദർശിന്റെ തന്നെ പോയത്. അപ്പോ വരുമ്പോ ആദർശിന് ഭക്ഷണമൊക്കെ വിളിച്ചപ്പോ അവന് ജോലിയിൽ നിന്ന് ഇറങ്ങണ്ട നേരമായിട്ടില്ല. അപ്പൊ ഞങ്ങളെല്ലാവരും അനിയന്റെ വണ്ടി എടുത്ത് വരുമ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിൽ എല്ലാവരും ഫുഡ് കഴിച്ചു. അനിയന്റെ വക ചെലവായിരുന്നു, ഇന്നലെ ഞങ്ങളുടെ വക ചെലവായിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചു. ഫുഡ് അതാണ് എല്ലാവർക്കും വണ്ടി കൊടുത്ത കാശ് അങ്ങോട്ടോ. ഞാനിന്ന് 2-3 ദിവസമൊക്കെ ആയിട്ട് ഞാൻ ആദർശനോണേ അവിടെ എത്തിയിട്ട് കാശ് ഇത്ര രൂപ ഇടണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇല്ലായിരുന്നു. നിന്റെ സാലറിന്റെ തൊട്ടോട്ട് ചേക്കാ ഞാൻ എൻ്റെ ഒന്നും ഉണ്ടായില്ല ചേട്ടാ. അത് ആ സമയത്ത് 10,000 കൂടെ അടയ്ക്കാനായിട്ടാ നമ്മൾ പെട്ടുപോയില്ലേ കാർ ഇറക്കാൻ പോകുമ്പോ. നീ മുന്നേ പറഞ്ഞ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടേ, ഇല്ലെങ്കിൽ നിന്റെ സാലറിന്ന് പിടിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അവരെ കൂളായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അവന്റെ കെയർ ഓഫിൽ നമുക്ക് പരമാവധി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കാത്തുമ്പോഴേക്ക് ഞങ്ങളോടായിരുന്നു. അപ്പോൾ പൊന്നു വന്ന് ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് അമ്മ പെരുമ്പരാവിലെ സിനിമയ്ക്ക് ടിക്കറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് രാത്രി 9 സിനിമയ്ക്ക് ഉണ്ട് പോവാറ്. കാലത്ത് ഭയങ്കര വാശി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ആരുടെ പടം അറിയിക്കണം, വരവ് കണ്ടിരിക്കെ ഞാനത് വിഷമിച്ചിരിക്കുക. ജോജുവിന്റെ പടം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടന്റെ പടം ഞാൻ ഭയങ്കര ഹാരമായിട്ട് കാണാൻ പോലെ. ലാലേട്ടന്റെ ദിലീപിന്റെ സിനിമ തിയേറ്ററിൽ വന്ന ഭയങ്കര ഹാരം, ഇഷ്ടത്തില് കാണണം എന്ന് ഭയങ്കരമായിട്ട് നിൽക്കുക ലാലേട്ടന്റെ പാലിലും. അതേപോലെ നമ്മുടെ ജോജോ ഒരു അടിസീനൊക്കെ ഉണ്ടെങ്കിൽ ജോജോന്റെ ഫേസ് ഒരു ആനടഞ്ഞ് നിക്കണം അഭിനയം, കണ്ണ് മാത്രം അഭിനയിക്കണുള്ളൂ. ഭയങ്കര ഫീൽ ആ സിനിമ ഇഷ്ടംപോലെ ആൾക്കാര് നെഗറ്റീവ് പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ നല്ല പൃഥ്വിരാജിന്റെ സിനിമ കയറി പകുതിക്ക് ചെന്ന് സ്ലോ ആയിപ്പോ ഒന്നും ഇറങ്ങിപ്പോയിട്ടാ. ഇതിങ്ങനെ എന്താ പറയാ നില കാണില്ല, ഇങ്ങനെ ചട്ടിയില് എണ്ണയില് കടുക് കിട്ടാത്ത ഫീൽ ചെയ്ത് പൊട്ടി പൊട്ടി നിൽക്കുക. അങ്ങനെ ഒരു ഹരം നമുക്ക് കാണുന്നവർക്ക് ഉണ്ട് കേട്ടോ. പൃഥ്വിരാജിന്റെ പടം ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നാള് ഡിഫൻഡർ ഇറങ്ങിയിട്ട് പുതിയത് മഞ്ഞ് ഞാൻ കണ്ടപ്പോ സേവ് ചെയ്തു. പക്ഷെ ആ വണ്ടി ഞങ്ങൾ ഇൻസ്റ്റയിലാണ് പിറ്റേ ദിവസം ശോഭ സിറ്റിയിൽ എടുക്കും. ആ വണ്ടി പട്ടാമ്പിയിലുള്ള ആൾക്കാരാണ് മേടിച്ചെന്ന് പറഞ്ഞിട്ടാ പുതിയത് നമ്മുടെ കേരളത്തില് അല്ലേ ആദ്യ പീസ് എന്ന് കണ്ടു. എന്തോ ഞാൻ പറയേ അതിലൊക്കെ കേറണെങ്കിലേ വില 7 വെച്ച് കേറണം, കാലുവേനുള്ളവർക്ക്. ഞാൻ പറയാം ആ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരാള് ഞാൻ കണ്ടിട്ട്. ലാലേട്ടൻ സുന്ദരനാ, ഭയങ്കര ഒക്കെ മമ്മൂക്കൊക്കെ ഭയങ്കര ഒക്കെ. പക്ഷെ ആ ഡിഫൻഡർ വണ്ടിക്ക് പറ്റിയാണ് ജോജു. എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് ആ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ നമ്മുടെ പണി സിനിമയിൽ ആ ജോജോ ആ വണ്ടിയൊക്കെ ഓടിക്കാൻ ഇതിനുണ്ട് കേട്ടോ. ആ താറ ഏത് ജീപ്പത് വണ്ടി ഓടിക്കുന്നുണ്ട്. കാണാത്തവരോട് മിസ് ചെയ്ത് നമ്മൾ പണി സിനിമയുടെ നമ്മൾ പണി ഉണ്ടാവും അതുപോലെ തന്നെയെന്ന് വെച്ചപ്പോ അത് വെവ്വേറെ കാരണം. പക്ഷെ നിനക്കൊരു അനാവശ്യമായിട്ടുള്ള വൃത്തിയായിട്ട വാക്കുകളോ യൂസിങ്ങോ ഒന്നുമില്ല. നമുക്ക് ഫാമിലിയായിട്ട് കുട്ടികളെ പറ്റി കാണാൻ പറ്റും. വൃത്തിയായിട്ട വാക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അതുപോലെ വീണ ബിഗ് ബോസിലൊന്നും വീണം സൂപ്പറായിട്ട് അഭിനയിക്കുന്നു. ശ്രീവിദ്യയുടെ ലുക്കിലേക്കാണ് വീണ വരുന്നത്. അതൊരു വീണയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച ആളും എന്റെ പേര് മറന്നോട്ടാ, ബൈജുനൊക്കെ പണ്ട് കുറച്ചൊക്കെ സിനിമയിൽ, ഇപ്പൊ എല്ലാ സിനിമയിലും ബൈജു അടിപൊളി. നല്ല ക്യാരക്ടറാണ്. അശോകന്റെ മോൻ കണ്ടു, അടിപൊളി സിനിമയായിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും 2 ദിവസം ശരി ഞായറാണ്, എല്ലാവരും പോയി കാണുക. അപ്പൊ ഞങ്ങളുടെ ലൈഫിലുണ്ടായ സന്തോഷം കണ്ടിട്ട് എല്ലാവരും അനുഗ്രഹം പ്രാർത്ഥനയൊക്കെ വേണം. പുതിയ വണ്ടി എടുത്തത് റോട്ടിൽ ഇറങ്ങുമ്പോഴും എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങള് വണ്ടിയിൽ കേറിയിട്ടില്ല, ഇങ്ങനെ വണ്ടിയിൽ കേറിയിട്ട് ഇങ്ങനെ കുറച്ച് പോകണം. എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ
ഇനി വാക്കുകൾ ചുരുക്കുന്നു. സന്തോഷാണ്. പക്ഷെ വണ്ടിയിൽ കയറിയിട്ടില്ല, അതിന്റെ ഒരു ഇതുണ്ട് വണ്ടിയിൽ. ബൈ. ബൈ. മഴയൊക്കെ മാറിയിട്ട് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കറക്കണ നല്ല പെയ്ത് രാവിലെ 1-ാം തീയതി നല്ല നല്ല മഴയാണ്. മഴയാണ്. നല്ല മഴ. അന്ന് കുടുക്കുന്ന ക്ലാസ്സിലായിട്ട് അവരെ സ്കൂളിലെ മാനേജ്മെന്റിൽ ആരോ മരിച്ച കാരണം ക്ലാസ്സിൽ. അപ്പൊ 2 വീട്ടിലുണ്ട്, കുഞ്ഞുണ്ട്, അച്ഛനുണ്ട്. അപ്പൊ 5 ഉണ്ട്. കുഞ്ഞുണ്ട്, കുഞ്ഞിന്റെ ഉണ്ണിയുണ്ട്, അച്ചുണ്ട്, കുണുക്കുണ്ട്, കുണിക്കുണ്ട്. ബൈ. പിന്നെ നമ്മുടെ നല്ല വണ്ടിയുണ്ട്. അത് നമ്മുടെ കൂടപ്പുറപ്പല്ലേ, നമ്മുടെ വീട്ടിലത് പുതിയ അതിഥി. അപ്പൊ വീണ്ടും കാണും വരെ സന്ധിക്കും വണക്കം.